മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി 2 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ നന്നായി തന്നെ അതിനുശേഷം നന്നായി തന്നെ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചുവെന്നാണ് ഇവർ പറയുന്നത്. ഇത് മാത്രമല്ല, ഒരു ഉന്നത പോലീസ് സംഘത്തെ ഇത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ വീട് സന്ദർശിച്ചിട്ട് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം എന്നാണ് പറഞ്ഞത്. വെറും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാനിപ്പോൾ നമ്മളെല്ലാം അവരുടെ വീടിൻ്റെ മുന്നേ നിൽക്കുകയാണല്ലോ. അവർക്ക് പോലീസിൻ്റെ നടപടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നന്നായി തന്നെ പോലീസ് അതിനുശേഷം പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ഇത് ഒരു എല്ലാ വിഷയവും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കേറ്റ പ്രഹരം അത് മൂടിവെക്കുന്നതിന് വേണ്ടി പുതിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നാട്ടിലൊരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൻ്റെ കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം പറയാറുണ്ട്, UDF രാഷ്ട്രീയം പറയാറുണ്ട്, BJP രാഷ്ട്രീയം പറയാറുണ്ട് നേതാക്കൾ തമ്മിൽ. പക്ഷേ ഒരു പുതിയൊരു സംസ്കാരം ഉയർന്നു വരുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആക്ഷേപിക്കുക, അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴിക്കുക, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനോ യോജിക്കാനോ കഴിയുന്ന കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയം പറയുക, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നല്ലാതെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് കൊണ്ടുവരിക എന്ന ഒരു പുതിയൊരു സംസ്കാരം അത് കേരളത്തിലെ പ്രതിപക്ഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഇപ്പോൾ സ്ത്രീക്ക് ആക്ഷേപമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ദിവസമായാലും ഈ സംഭവം നടന്നത്. ഈ പ്രതിയെക്കുറിച്ച് ഇപ്പം സിറ്റി പോലീസ് കമ്മീഷണറടക്കം കഴിഞ്ഞ മാസം വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞതാണ് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാണ്. അതിനുശേഷമാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സംഭവം ഉണ്ടാവില്ലെന്ന് കമ്മീഷണർ പറയുന്നു, അല്ലെങ്കിൽ വേറൊരു മന്ത്രി എന്നൊന്നും ഞാൻ പറയുന്നു. നമ്മുടെ സമൂഹമല്ലേ, ആ സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ഇതിനുവേണ്ടി തിരിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടിയല്ലേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധ്യമായ മുഴുവൻ നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റ്. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോട് ഇവിടുത്തെ അതിന് ഈ ആക്രമണത്തിന് വിധേയമായ വ്യക്തിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ പ്രതിപക്ഷ നേതാവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണല്ലോ ഞങ്ങളിവിടെ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കൂടെ വന്ന് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചത്. ഈ കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രതിപക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, മിനിസ്റ്റർ നിയമസഭ പറഞ്ഞൊരു കാര്യമാണ്, നിയമസഭയിൽ ഇതുപോലൊരു പ്രതിഷേധം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് അങ്ങേക്കെതിരെ വ്യാപകമായ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെയാണ് പറയുന്നത്. എനിക്ക് വളരെ സന്തോഷമാണ്. ട്രോളിനെ സംബന്ധിച്ചത് ഞാൻ വളരെ സന്തുഷ്ടനാണ്, വളരെ സന്തോഷവാനാണ്. ഇട്ടുകൊണ്ടിരിക്കുന്നവർ വീണ്ടും തന്നെ അത് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടാ ഇപ്പം ഞാൻ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ട്രോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതും എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. കാര്യമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ അവറായിരുന്നു. ഏതാണ്ട് 40-50 മിനിറ്റോളം ഞാൻ ക്വസ്റ്റ്യൻ അവറിൽ മറുപടി പറയായിരുന്നു. അങ്ങനെ മൈക്ക് കിട്ടിയതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പ്രതിഷേധം നിയമസഭ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, പാർലമെൻറ്റിൽ നടക്കുന്നുണ്ട് പ്രതിഷേധം, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം പല രൂപത്തിൽ നടക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സഭയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു, നിയമാനുസരണ നടപടി സ്വീകരിച്ചിരുന്നു. അത് അവസാനിച്ചു അവിടെ. പക്ഷേ ഇവിടെ നടന്നത് എന്താ? ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സ്പീക്കറെ മുഖം മറച്ച്, സ്പീക്കർക്ക് സഭയെ കാണാൻ പറ്റാത്ത രൂപത്തിൽ മുഖം മറച്ച് ഉള്ള ഒരു സമരം, സ്പീക്കർക്കെതിരായിട്ടുള്ള ഒരിക്കലും പാടില്ലാത്ത മുദ്രാവാക്യം വിളി,
അദ്ദേഹത്തിന് ഒരു ബഹുമാനവും കൊടുക്കാത്തുള്ള അനാവശ്യമായിട്ടുള്ള ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി. 2, 3 ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം സ്പീക്കറുടെ മുറിയിലത്തേക്ക് പോകുന്നതിന് വേണ്ടി തടസ്സപ്പെടുത്തിയത്. 4 പാരലായിട്ടുള്ള നിയമസഭയുടെ വെല്ലിൽ നടത്തിയത്. 5 വാച്ച് ആൻഡ് വാർഡ് 4 വാച്ച് ആൻഡ് വാർഡ് വനിതകളെ 2 കൈയും അടിച്ചൊടിച്ച് മറ്റുള്ളവർ അവർ മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന് എന്തൊക്കെയാണ് നടന്നതിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം സംഭവങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഈ ടോളിടുന്നവർ മനസ്സിലാക്കണ്ടേ ഈ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നുള്ള വിവരം. ഞാൻ മുമ്പ് ഒരു ശ്രമത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് എനിക്ക് ജനാധിപത്യ വിരുദ്ധമായി നടക്കുന്ന ഒരു പ്രതിഷേധത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രതികരിക്കാൻ അവകാശമില്ലേ? അല്ല, ആവശ്യമില്ലെങ്കിൽ പറയണം, അവകാശം നിഷേധിക്കണം. ഈ ട്രോളിടുന്നവരല്ലല്ലോ ഈ രാജ്യത്തിന്റെ അവസാന വാക്കെന്ന് പറഞ്ഞാൽ. അതിന് തെളിവല്ലേ 2ാം പിണറായി ഗവൺമെന്റ്.